പഠിക്കാത്തതിൻ്റെ പേരിൽ 10 വയസ്സ് വരെ തല്ലി, 15 വയസ്സ് വരെ ഉപദേശിച്ചു, 18ാമത്തെ വയസ്സിൽ തടഞ്ഞു, 21ാമത്തെ വയസ്സിൽ പ്രേമവും പൊളിഞ്ഞ് സപ്ലി അടിച്ച് വീട്ടിലെത്തിയപ്പോ പുച്ഛിച്ചു. ഫ്രണ്ട്സിന് മുമ്പിൽ നാറ്റിക്കുക, ചോദിച്ച പൈസ തരാതിരിക്കുക. അച്ഛനായതുകൊണ്ടും കാശുള്ളത് കൊണ്ടും നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ള ധാഷ്ട്യം. ഇതുപോലെ എന്റെ വീട്ടിലുണ്ട്. നിന്നെ 10 വയസ്സ് വരെയല്ലേ തല്ലിയുള്ളൂ, എന്നെ ഇന്നലെയും തല്ലി. ഇനി മേല ഞാൻ ഇവിടെ ജോലിക്ക് പോകുന്ന കാര്യമല്ല ഇവിടെ ആരെങ്കിലും പറഞ്ഞാല ഞാൻ ഇരിക്കുന്ന ചായ ഉണ്ടല്ലോ നിന്റെ മൂത്രത്ത് ഒഴിക്കും കേട്ടോ. ആര് പറഞ്ഞാലും എനിക്ക് ജോലിക്ക് പോകാൻ താല്പര്യം ഇവിടെ എല്ലാവർക്കും അറിയാലേ. അതിലൂടെ കിടന്ന് എന്റെ ജോലിക്കോ സുമേഷ് എന്ന് ആരും പറയേണ്ട കാര്യമില്ല, മനസ്സിലായോ? എന്തോ യോഗ്യത ഉണ്ട്, നിനക്ക് എന്തോ യോഗ്യത ഉണ്ട് ജോലിക്ക് പോകാൻ താല്പര്യം എന്ന് പറയാം. അതൊക്കെ അപ്പുറത്തെ ഉണ്ണി, അവനെ കണ്ടു പഠിക്കണം ഇവന്മാരൊക്കെ. ഇവന്റെ അതേ പ്രായമല്ലേ അപ്പുറത്ത് ഉണ്ണിക്കും. അവനൊക്കെ കുടുംബം നോക്കണ വേണ്ട, കണ്ടു പഠിക്കണം. ഇവിടെ ഒരു ടൂർ പോകാൻ പോണു, മക്കി തിന്നാൻ മാത്രം കൊള്ളാം. വേണ്ട, തീറ്റ നിർത്തണ്ട, മുഴുവൻ കേറ്റിട്ട് എണീറ്റാ മതി. അതല്ല പപ്പടം. എന്റെ മോന് ഞാനൊരു 10 മുട്ട കൂടെ വാങ്ങിച്ചു തരാം. മുട്ട വേണ്ട, മുട്ടയുടെ കാശ് എന്ന് വെച്ചാ മതി. വെട്ടി വിഴുങ്ങാനല്ല, പിന്നെ ഒരു പണിയില്ലാതെ ഇങ്ങനെ വെറുതെ അടയിരിക്കല്ലേ. വെച്ച് നോക്ക്, ചിലപ്പോ വിരിയും. എടാ ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ കൺട്രി വെറ്റ്സ് പറമ്പിലോട്ട് പോയി 4 തെങ്ങിന് തറയെടുത്തൂടെ. വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. ജോസാ, നീ ഇപ്പൊ പണിക്കൊന്നും പോണില്ലേ? എന്റെ ടേസ്റ്റ് ഞാനിതൊന്ന് കഴിച്ചോട്ടെ, സമാനം തരും. വിരുന്നാലും വീട്ടിൽ ഇത്ര സാധനം ഉണ്ടെന്നൊക്കെ അറിയണേ. എന്റെ മോളെ, അവന് ഏത് നേരം ഈ ടി വിയും കണ്ട് കിടപ്പ് മാത്രമേ ഉള്ളൂ. കാരണവരുള്ളത് കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോണേ. എടാ ജോസാ, ഞാൻ വേണമെങ്കിൽ ആൻഡ്രോച്ചനോട് പറഞ്ഞ ഗൾഫിലൊരു ജോലി. ടേസ്റ്റ് ഒരു വള പണയം വെക്കാൻ തരും, ബൈക്കിന് കുറച്ച് പണിയുണ്ടേ. വാടി വന്നേ കിടക്കാൻ വന്നേ വാ. വളയുടെ കാര്യം ഉപദേശിത്തുള്ള എന്തായി, ജോലി വല്ലതും ആയ? വെറുതെ ഈ സിനിമയുടെ പുറകെ നടക്കാതെ ഏതെങ്കിലും ടെസ്റ്റ് എഴുതി എവിടെയെങ്കിലും കേറാൻ നോക്ക്. എന്റെ ചേച്ചി, ഈ ഷാറുഖ് ഖാനും സൽമാൻ ഖാനൊക്കെ ചെയ്യണ അതേ ജോലി തന്നെ ഞാനും ചെയ്യണേ. ഷാറുഖ് ഖാൻ ആയാലും അമിതാഭ് ബച്ചൻ ആയാലും എന്റെ മോളെ കെട്ടാൻ വന്ന സർക്കാർ ജോലി ഇല്ലെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കൂല. എന്താ കുട്ടിയെ, ജോലി വല്ലതും ആയോ? എന്ത് ജോലി? കളക്ടർ, ഇവിടുത്തെ കളക്ടറായപ്പോ. ജോലിയില്ലാതെ തെക്കും വടക്കും ഇങ്ങനെ നടക്കണ കണ്ടുകൊണ്ട് ചോദിച്ചു പോയത്. അത്ര വിഷമം തോന്നെങ്കിലേ ഒരു 100 രൂപ ഇങ്ങനെ നാട്ടെ. 100 രൂപയോ? അതെ, കഞ്ഞി വെച്ച് കുടിക്കാൻ. വെളുപ്പിനാവുമ്പോ ഇറങ്ങിക്കോളൂ, ഉപദേശിക്കാനും ശാസിക്കാനും ഒക്കെ. അതിന് ചെലവൊന്നുമില്ലല്ലോ. ഈ നാട്ടുകാരെ കൊണ്ട് തോറ്റു, ഈ നാടും മടുത്തു. ഞാൻ പണിയെടുത്ത് ജീവിക്കുള്ള നാട്ടുകാർ തന്നെയല്ലേ. നമ്മളാ ഇന്റർവ്യൂവിന് വെറുതെ പോയി. ആ പെണ്ണ് ചോദിക്കാൻ അറിയില്ല, ഓൾ എന്തൊക്കെയോ തോന്നിയാസം വിളിച്ചറിയാ. ഞാൻ കണ്ണടപ്പം നാല് കൊടുക്കണമെന്ന് വിചാരിച്ചാ, പിന്നെ വാപ്പാനെ വിചാരിച്ചിട്ടാ. നീ ഇത് കഴിക്കും, തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറട്ടെ. 10 തോറ്റൻ 4 പണി കൊടുക്കാനാ. മര്യാദക്ക് മില്ലിൽ വന്നിരിക്കാൻ പറഞ്ഞാലോ. വാപ്പാക്ക് തിന്നാൻ പറ്റാത്തതിന്റെ അസൂയ. നിങ്ങൾ വിറമ്പിന്ന് കോഴി പിടിച്ചില്ല. ഇപ്പൊ തരാട്ടാ. പിന്നെ മരമില്ല് പോയിക്കാണ് നിന്നെ കിട്ടൂല കേട്ടോ. വാപ്പ വേണേ പോയി നോട്ടെ. എന്താണ് വെച്ചാണ് ചാടി വാ എല്ലാരും നാട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ പണി എടുക്കണം. ഒരു കാര്യം ചെയ്യും, ഹെഡ്സെറ്റ് അങ്ങനെ ചെയ്തിട്ടുള്ള ചുമ്മാ ഒരു പൊളി അങ്ങ് കൊടുക്കും. മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടക്കാം. അടിമപ്പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. മേലുദ്യോഗസ്ഥന്മാർ ഭരിക്കാൻ വന്നാൽ തലകുനിച്ചു കൊടുക്കാൻ എനിക്കറിയില്ല. എന്നിട്ട് തരുന്നതോ വെറും 1200 ഉലുവ. നമുക്കത് സീർട്ട് വലിക്കാൻ തകയോ? നമുക്ക് മാസം ഒരു 10000 രൂപ കിട്ടുന്ന ജോലി വേണം. ഒന്നും തീരുമാനിച്ചിട്ടില്ല. എവിടുന്നെങ്കിലും കുറച്ച് കാശുണ്ടാക്കണം.
ഭ്രാന്തായി പോവും. മുന്നില് ഒരു വെട്ടം കണ്ടിരുന്നു, പക്ഷെ